പിടിച്ചു കെട്ടി. എന്താണ് നോക്കി നിൽക്കുന്നത്? കെട്ടാനല്ലേ പറഞ്ഞത്? മുതലാളി, ഇവര് വന്നിരിക്കുന്നത് മുതലാളിയുടെ പുതിയത്തെ നമ്പർ വിട്ടാനാണ്. അല്ല, നമ്മുടെ പുതിയത്താ. അരവക്കട്ടെ, നീ നമ്മുടെ മാനം കെടുത്തരുത്. മാനമുള്ളത് മനുഷ്യന്മാർക്കാണ്. നിങ്ങൾ പണത്തിന് വേണ്ടി മനുഷ്യന്മാരെ അടിമകളാക്കാൻ ഹറാമിയാണ്. ഒരടിമേന്റെ പച്ച പ്രാണം പരേണ വേല നിങ്ങളറിയണം. നമ്മളെ കൊല്ലരുതേ. കൊല്ലാതിരിക്കണമെങ്കിൽ അടിമത്താവളം കൊണ്ടുണ്ടാക്കിയ പണം മുഴുവൻ ഈ അടിമകൾക്ക് കൊടുക്കണം. നമ്മൾ കൊടുക്കാവേ. ഈ പണം ഇപ്പൊ തന്നെ ഖജനാവിൽ എത്തിക്കണം. എത്തിക്കാവേ. കൊലയും കൊള്ളയും ചെയ്തുണ്ടാക്കിയ പണം വലുതാ, മനുഷ്യൻ വലുതാ? മനുഷ്യനാണ് വലുത്. എല്ലാം മറന്ന് നിങ്ങൾ നമുക്ക് മാപ്പ് തരണം. ഇന്ന് മുതൽ നമ്മള് മനുഷ്യരായി ജീവിക്കും. അരവക്കളെ, സ്ഥലം കണ്ടുവയ്ക്കാൻ വേണ്ടിയാണ് അബൂഖാന്റെ കൂടെ നമ്മൾ വന്നത്. പോയ കാര്യം എന്തായി? ഇബ്രാഹിം മുതലാളി മനുഷ്യരായി, അടിമത്താവളം ഇടിച്ചു നിരത്തി. എന്റെ ബദരീങ്ങളെ, അത് കേട്ടപ്പോഴേ മതിയായി. ഉമ്മയും ലൈലയും എന്ത് ചെയ്യുന്നു? ഉമ്മാക്ക് തീരെ വയ്യ. എങ്ങനെയെങ്കിലും വന്ന് കാണണം. പോലീസ് എല്ലായിടത്തും ചുറ്റണുണ്ട്. പോലീസ് ഒഴിയണ നേരത്തെ നിങ്ങൾ വന്നാ മതി. അത് നമ്മളെങ്ങനെ അറിയും? അതിന് നമ്മളൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണ്? അതാ ആ പുലിപ്പാറ കണ്ടോ? പോലീസ് ഒഴിയണ നേരം നോക്കി നമ്മൾ അതിന്റെ മുകളിൽ ഒരു വിളക്ക് വെക്കും. അപ്പൊ വന്നേച്ചാ മതി. ശരി. കഴിഞ്ഞപ്പോ പോയിട്ട് ഇനിയും കാണുന്നില്ല ഉമ്മ. ഓള് മോനെയും കൂട്ടിക്കൊണ്ടേ വരൂ. മോളീ മരുന്നും കുടിച്ചോണ്ട് പോയി കിടന്നു. എങ്ങോട്ടാ ഏമാനി? സ്റ്റേഷനിലേക്ക്. നിന്റെ മോനെ കണ്ടുകിട്ടും ഞങ്ങൾ നോക്കട്ടെ. ഏമാനി നടക്കാനല്ലേ പറഞ്ഞു? പുലിപ്പാറ വിളക്കാണ്. വരി, നമുക്ക് പോവാം. ഉമ്മയും ലൈലയും പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസ് കൊണ്ടുപോയാ? എന്നാ നമുക്ക് പോയി അന്വേഷിക്കാം. അയ്യോ വേണ്ട ബുക്ക, നിങ്ങൾ പോണത് ഏറ്റവും വലിയ അപകടമാണ്. പിന്നെ എന്ത് ചെയ്യാനാ? ചെയ്യാനെന്നേ ഉള്ളൂ. ദൈവമ്മയുടെ വീട്ടിലെത്താനുള്ള വഴി നമ്മൾ സൈനവിക്ക് പറഞ്ഞുതരാം. ദൈവമ്മ വിചാരിച്ചാൽ ആർക്കും അപകടം ഉണ്ടാകാതെ ഉമ്മയെ ലൈലെ രക്ഷിക്കാൻ കഴിയും. കഴിഞ്ഞാലും ഇല്ലെങ്കിലും സൈനമ ഉടനെ നമ്മളെ വിവരം അറിയും. നീ ഏതാ? ഞമ്മള് അടിമക്കണ്ണിന്റെ വീട്ടിൽ നിന്ന് വരിക. ദേവമ്മ കൊച്ചമ്മ കാണണം. ദേവമ്മ ഞാനാ.
അകത്തേക്ക് വരൂ. എന്താ കാര്യം? അവരുടെ ഉമ്മാനെയും പെങ്ങളെയും പോലീസ് പിടിച്ചോണ്ട് പോയി. ഇവിടെ വന്ന് അറിയിച്ചാല് എങ്ങനെയെങ്കിലും വിടുവിക്കൂന്ന് പറഞ്ഞു. നീ അടിമക്കണ്ണിന്റെ ആരാ? നമ്മുടെ പേര് സൈനബാന്ന്. അവരാ നമ്മളെ കെട്ടാൻ പോണത്. അടിമക്കണ്ണോ? അവര് ഞമ്മക്ക് പ്രാണനാ. അടിമക്കണ്ണ് നിന്റെ പ്രാണനാണെന്നോ? അങ്ങനെയാ നമ്മൾ അവരെ സ്നേഹിക്കണത്. നീ സ്നേഹിക്കണ? നമ്മള് അവരെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞേന് കൊച്ചമ്മ എന്തിനാ നമ്മളെ തല്ലിയത്? ഇത് കണ്ടോ? നമ്മളെ കല്യാണം ഉറപ്പിച്ച് അവരിട്ട മോതിരോ. അടിമക്കണ്ണിന് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ഒരു പെങ്ങളെ പോലെ. അടിമക്കണ്ണേ, അടിമക്കണ്ണ് ഉയരുള്ളത് വരെ ദേവമ്മയ്ക്ക് കൂടെ പുറത്തായിരിക്കും. നമ്മൾ പോണ്. സൈനബ, എന്നോട് ക്ഷമിക്ക്. കൊച്ചമ്മ എന്തിനാ കരയണത്? ഒന്നുമില്ല. ഞാൻ ഒരാളെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഞാൻ അയാളെ കണ്ടിരുന്നത് പോലെയല്ല അയാൾ എന്നെ കണ്ടതെന്ന് ഒടുവിലാണ് മനസ്സിലായത്. ആ നിരാശ കൊണ്ടാണ് ഞാൻ എന്നെ തന്നെ മറന്ന് നിന്നെ തല്ലിപ്പോയത്. നമ്മള് വന്ന കാര്യം സൈനബ പൊയ്ക്കുള്ളൂ. ദേവമ്മയുടെ ജീവൻ കൊടുത്തെങ്കിലും ഉമ്മയും പെങ്ങളെയും വിടിയിക്കുമെന്ന് അടിമക്കണ്ണിനോട് പറഞ്ഞേക്ക്. ശരി കൊച്ചമ്മേ. നീ പാറപ്പുറത്ത് വിളക്ക് വയ്ക്കുന്നതിനാണെന്ന് ഞങ്ങൾക്കറിയാം. മുളമുട്ടാടുമെ പിടിക്കാമെന്ന് ഞങ്ങൾ നോക്കട്ടെ. കൊണ്ടുപോയോടെ. ഇങ്ങോട്ട് വരണ്ട. പൊയ്ക്കോളി. പോലീസുണ്ട്. പൊയ്ക്കോളി. പൊയ്ക്കോളി. ഞങ്ങളെ നോക്കണ്ട. നടക്കടാ. അനങ്ങരുത്. നോക്ക് താഴെടാൻ പറയും. അടിമക്കണ്ണേ, നിങ്ങൾ പൊക്കോളി. അപ്പോ നമ്മളെ പറ്റി വിഷമിക്കണ്ട, നിങ്ങൾ പൊക്കോളി.
അടിമക്കണ്ണ് ഒളിവിൽ കഴിയുന്ന എവിടെയാണെന്ന് പറയില്ലല്ലടാ. നമ്മള് മയ്യത്തായാലും പറയില്ല. ഈ പറയല്ലേ? പറയുന്നതാണ് നിനക്ക് നല്ലത്. പറയാൻ പറയാവേ, നമ്മളെ ഇനി ഉപദ്രവിക്കരുത്. ഇല്ല. അടിമക്കണ്ണ് ഒളിവിൽ കഴിയണത് നമ്മുടെ നാവ് കൊണ്ട് തന്നെ പറയണമല്ലേ? കിട്ടോളേ. സൈനവ, അതാടാ സായു, നമ്മുടെ അവസാനത്തെ പരിപാടിത്. ഈ മണ്ണിൽ അന്യം നടത്തുന്ന ചോരക്കളി ഇനി നമ്മൾ വെച്ചുപിടിപ്പിക്കില്ല. അടിമഖാനിന്റെ തഞ്ചടത്തിൽ സാഹിബിന് സന്തോഷമുണ്ട്. ഐ അപ്രീഷിയേറ്റ് യു മൈ ബോയ്. നിനക്ക് മാപ്പ് ചോദിക്കാൻ ഞാൻ നീതിയും ചാൻസ് തരാം. മാപ്പ് ചോദിക്കാനാ? മറുനാട്ടിൽ നിന്ന് വന്ന ഇബ്ലീസിനോട് മാപ്പ് ചോദിക്കാനേക്കാൾ മണ്ണോട് മണ്ണാവുന്നവരെ നമുക്ക് മാറും. 1000 അടിമക്കന്മാരെ പീരങ്കി വകുപ്പിൽ കെട്ടിയാലും പരദേശികളെ ഈ മണ്ണിൽ നാട്ടിപ്പായിക്കാണ്ട് മറുനാട്ടുകൾക്ക് അടങ്ങൂല സായു. നിന്റെ സൂര്യൻ കെട്ടിറങ്ങാത്ത ദുനിയാവും കമ്പനിയുമെല്ലാം ഇവിടെ കൊമ്പൂത്തല കാലഘട്ടം നിർമ്മിച്ചോ? പിറന്ന നാടിനെ തീരുന്ന ഉമ്മ കരയരുത്. ഈ നിൽക്കുന്നവരെല്ലാം ഉമ്മാന്റെ മക്കളാണ്, ഈ നാടിന്റെ മക്കളാണ്, അടിമകളല്ല.